മീനുകളിന്ന് സമരത്തിലാണോ? എന്താ സൂരേട്ടാ? ഞാനിവിടെ പുഴയിലുണ്ട്. ആ, ഓക്കെ ഓക്കെ ഓക്കെ. ഫൈസലേ, നീ ഇന്ന് നേരത്തെ തുടങ്ങിയോ? പുലർച്ചെ വന്നിരിക്കുന്ന സുധാരേട്ടാ, ഇതുവരെ ഒരെണ്ണം കുത്തിയിട്ടില്ല. എല്ലാ ദിവസവും മീൻ കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ലേ? കാശ് വന്നവർക്ക് നിർബന്ധമുണ്ടേ. ഞാൻ ആ ജമാൻ്റെ റിസോർട്ടിൽ താമസിക്കുന്ന സായിപ്പിൻ്റെ മീൻ പിടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് 2 ദിവസം മുന്നേ കാശ് വാങ്ങിയതാ. നീ 2 കിലോ ചാള വാങ്ങി ഈർക്കിളിയിൽ പുറത്തിട്ട് കൊണ്ടുപോയി കൊടുക്കടാ. ആ സായിപ്പ് ബാഹുബലി പോലത്തെ സിനിമകൾക്ക് ആനിമേഷൻ ചെയ്യുന്ന ആളാ. അയാളെ ഒന്നും പറ്റിക്കാൻ പറ്റൂല. സിനിമയിൽ ദിനോസറിനെ ഈ പറക്കണ കുതിരനൊക്കെ ഉണ്ടാക്കണ അയാളുടെ അടുത്തേക്ക് ഈ ചാളിയും കൊണ്ട് പോയാൽ നന്നാവും. ഇന്ന് ഇംഗ്ലീഷ് തരി ഉറപ്പായി. അല്ല, സുധാരേട്ടൻ അങ്ങടെ യാത്ര പുതിയ കുപ്പയാണല്ലോ. എൻ്റെ പുതിയ ജീവിതയാത്ര ഇന്ന് തുടങ്ങുകയാണ്. ഞാൻ നിന്നോട് യാത്ര ചോദിക്കാൻ വന്നതാണ്. ഡയലോഗിലൊരു നാടക ടച്ച് ഉണ്ടല്ലോ. എന്താ കോള്? ഞാനും അശ്വതിയും ഇന്ന് ഒളിച്ചോടും. ഏത്? ഫേസ്ബുക്കിൽ എന്ത് മെസ്സേജ് അയക്കാൻ അശ്വതി അച്ചു? അതെ, മണ്ടൻ സുധാകരേട്ടാ. ഫേസ്ബുക്കിൽ ഒട്ടുമിക്ക പെണ്ണുങ്ങളുടെയും പേര് അശ്വതി അച്ചു, ഐശ്വര്യ ഐഷു, ദേവുട്ടി ദേവ് എന്നൊക്കെയാണ്. ഇതൊക്കെ വെറും തട്ടിപ്പാണ്. നിങ്ങളെപ്പോലുള്ള അമ്മമാരെ പറ്റിക്കാൻ ഓരോരുത്തന്മാരെ ഒപ്പിക്കേണ്ട പണിയത്. ഇത് തട്ടിപ്പൊന്നല്ല, ഒറിജിനലാണ്. കോപ്പാണ് അശ്വതി അച്ചു, ഒറിജിനലേ. നന്നായിണ്ട്. നിനക്കെന്തോ മോശം അനുഭവമുള്ളത് പോലെ. അത്തരം ചോദ്യങ്ങൾക്കൊന്നും ഇവിടെ പ്രസക്തിയില്ല. അല്ല സുധാകരേട്ടാ, നിങ്ങൾ ഫേസ്ബുക്കിൽ ഫേക്ക് അക്കൗണ്ട് ഉപയോഗിക്കണല്ലേ? ഞാനല്ല അത് ഉണ്ടാക്കി തന്നത്. എന്താ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ പേര്? അനന്തു നന്ദുട്ടൻ. അനന്തു നന്ദൂട്ടനും അശ്വതി അച്ചു. അടിപൊളി. നീ ഉദ്ദേശിക്കുന്ന ടൈപ്പ് അല്ല അത്. അവളിപ്പോൾ എന്നെ എന്ന് വിളിക്കാറുണ്ട്. അശ്വതി അച്ചു വിളിക്കേ? ഒരാഴ്ചയായിട്ട് വിളിക്കാറുണ്ട്. അവൾ ഡിഗ്രി സെക്കൻഡ് ഇയറിന് പഠിക്കുന്നു. മഹാപാപി, നിങ്ങളും ഡിഗ്രിക്ക് പഠിക്കുന്ന കൊച്ചും നന്നായിണ്ട്. സുധാകരേട്ടൻ്റെ ശരിക്കുള്ള കഥകളൊക്കെ പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നേരിട്ട് കണ്ടിട്ട് കാല് പിടിച്ച് കരയും ഞാൻ. അവളെന്നെ ഉപേക്ഷിക്കില്ല, ഉറപ്പാണ്. അച്ഛനും അമ്മയും ചെറുപ്പത്തിലെ അവളെ ഒറ്റയ്ക്കാക്കി സ്റ്റേറ്റ്സിലേക്ക് പറഞ്ഞു. സ്നേഹം കൊതിക്കുന്ന ഒരു മനസ്സാണ് അവളുടേത്. സുധാകരേട്ടാ, സുധാകരേട്ടാ, നിങ്ങളെ അവൾ കണ്ട അവൾ നിങ്ങളുടെ പേരിൽ വഞ്ചന കുറ്റത്തിന് കേസ് കൊടുക്കും. ഒന്നും ഉണ്ടാവില്ലേ. അവൾക്ക് സമ്മതമാണെങ്കിൽ ഇന്ന് തന്നെ ഞങ്ങൾ കേരളം വിടും. കോപ്പാണ് അശ്വതി അച്ചു, ഒറിജിനലേ. ഞാൻ കേരളം വിട്ട് കഴിഞ്ഞ് നിന്നെ അറിയിക്കാം. ഞാനൊരു സുന്ദരി കുട്ടിയുമായി ഒളിച്ചോടി വിവരം നീ എൻ്റെ ഭാര്യ ആ പൂതനെ അറിയിക്കണം. അത് കേട്ട് പൊട്ടിക്കരയുന്ന അവളുടെ ഒച്ച നീ റെക്കോർഡ് ചെയ്ത് എനിക്ക് അയക്കണം. അയക്കില്ലടാ നീ. ഞങ്ങൾ വീടൊക്കെ സെറ്റാക്കിയിട്ട് നിന്നെ വിളിക്കാം. നീ വരണം ഈ പുഴയിലെ മീനുമായിട്ട്. വരില്ലടാ നീ? വരാം സുധാകരേട്ടാ. നിങ്ങളുടെ ഈ ചുമ പെശ കേട്ടോ. ഡോക്ടറെ കണ്ടോ? ഒരാഴ്ച ആശുപത്രിയിൽ കിടക്കേണ്ടി വരും.
ഇന്ന് എന്തായാലും എൻ്റെ അച്ഛൻ്റെ കൂടെ ആശുപത്രിയിലേക്ക് പോവാം. അഡ്മിറ്റ് ആക്കിയാലും അവളുണ്ടല്ലോ കൂടെ. ഞാൻ പോട്ടെ. ഇതിപ്പെങ്ങാനും നടപടിയാവോ? ശരിയാവും, ആവാതിരിക്കില്ല. കൊട എന്തിനാ നിവർത്തനെ? നീ കാര്യം പറ. ഈ കുട നിവർത്തിയാൽ എനിക്ക് സംസാരം വരൂ. ഈ കൊടയുടെ മറവില് നിനക്കെന്നെ ഉമ്മയ്ക്കാനല്ലേ? ഞാൻ ഈ മറേണ്ടവലൊക്കെ പോയിട്ടുള്ള മോനെ. നീയല്ലേ പറഞ്ഞ ഈ പാർക്കിലാരും വരില്ലാന്ന്? ഇതേ നോക്കിക്കേ. നീ പേടിക്കണ്ട, അത് വയനാട് നിന്ന് പച്ചമരുന്ന് വിൽക്കാൻ വന്ന ആളാണെന്ന് തോന്നുന്നു. ഇവിടെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞേക്ക്. ആങ്ങളെയാണോ അതോ കൂട്ടുകാരനാണോ? ഇടിക്കാതിരുന്നാൽ മതിയായിരുന്നു. എന്താ പേര്? വിഷ്ണുലാൽ. നല്ല പേര്. ആ കൊടയിങ് തരൂ. താങ്ക് യു അങ്കിൾ. എന്നെ അങ്കിൾ എന്നൊന്നും വിളിക്കാൻ പാടില്ല കുട്ടാ, ചേട്ടാന്ന് വിളിച്ചോളൂ. എന്താ പേര്? ഐശ്വര്യ. വീട്ടിൽ വിളിക്കുന്ന പേരാവൂലേ? അശ്വതി, അച്ച്. അശ്വതി. ഞാനോ? തനിക്ക് എന്തിന്റെ കേടാണ്? ചൂടാവല്ലേ, ഞാനാണ് അനന്തു നന്ദൂട്ടൻ. ഇത് കിളിപോയ കേസാണ്. സമാധാനമായിട്ടൊന്നും പ്രേമിക്കാൻ വന്നാ. താനൊന്ന് പോയേ. അപ്പോ നിങ്ങൾ രണ്ടാളും പ്രേമാണോ? അതെ. ഇത് നിന്റെ പഴയ കാമുകൻ വേഷം മാറി വന്നതാണോ? ചേട്ടൻ ഞങ്ങളെ ശല്യപ്പെടുത്താണ്ടൊന്ന് പോവോ? കുട്ടിയുടെ ഏകദേശം ഈ പ്രായമുള്ള വേറെ ഏതെങ്കിലും പെൺകുട്ടി ഇവിടെ കണ്ടിരുന്നോ? തനിക്ക് ശരിക്കും വട്ടാണോ? നീ വന്നേ, നമുക്ക് പോവാം. ആ കുടങ്ങ് തരൂ. ഇത് നീ സ്വന്തമായി അങ്ങ് നൂർത്ത് കേട്ടോടാ. എൻ്റെ ചെലവിൽ നീ അങ്ങനെ സൂചിക്കണ്ട. അയാളെ പിണക്കുണ്ടായിരുന്നു. നീ നിവർത്തിക്കൊണ്ട് ഇവിടെ ഇരിക്കേ, ഞാൻ പോവാ. എൻ്റെ അശ്വതി അച്ചു വന്നാണാവോ?
അമ്മാവനൊക്കെ വായി നോക്കിയാണല്ലോ. ഏത് ഈ മരത്തവള? വന്നില്ലേ? ഇനി വരാതിരിക്കൂ? പറഞ്ഞു പറ്റിച്ചതാണോ? അച്ചു, നീ എവിടെയാ? കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ, നീ അറിഞ്ഞോ? അനന്തു, നന്ദുട്ടൻ. അശ്വതി, അച്ചു. സ്വന്തമായിട്ടൊരു കൊട പോലും നിർത്താൻ പറ്റാത്തതിൻ്റെ കൂടെ എന്ത് വിശ്വസിക്കാൻ വരും? എടി ഇത് എന്റെ കൊടയല്ല, കൂട്ടുകാരന്റെ. അത് ശരി, അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് കൊട പോലും ഇല്ല അല്ലേ? എന്നാലും ഇത് വല്ലാത്തൊരു ചെയ്ത്തായി പോയി. ഓ, നിങ്ങളല്ലേ ഇപ്പൊ നല്ലത് ചെയ്തത്. ഒരാനന്ദു വീട്ടില് നന്ദുട്ടെന്ന് വിളിക്കും. നിങ്ങളെ ചേർപ്പ് സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. എന്തേ? എൻ്റെ അമ്മയുടെ സ്കൂൾ ഫോട്ടോയിലെ ടീച്ചറുടെ അതേ മുഖച്ചായ. ഓ, അമ്മാവനാക്കിയതാണല്ലേ. അനന്തുവിന്റെ ശരിക്കുള്ള പേരെന്താ? സുധാകരൻ. നിങ്ങളുടെ പേരെന്താ? സരസമ്മ. സരസമ്മേനെ ചെറുപ്പത്തിൽ ഒറ്റയ്ക്കാക്കി സ്റ്റേറ്റ്സിലേക്ക് പറന്നുപോയ ഡാഡിയും മമ്മിയും എന്ത് ചെയ്യുന്നു? അമ്മ തൊഴിലുറപ്പിന് പോണ്. അച്ഛന് ഷാപ്പിലെ കറിക്കച്ചവടമാണ്. കാക്കനാട് ഇൻഫോ പാർക്ക് ഇന്ന് മുടക്കമാണ് ചേട്ടാ. നന്ദുട്ടിന് അവിടെ ഇല്ലേ ജോലി? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. സരസമ്മേ, പറ്റാള് എന്തായാലും പറ്റി. സരസമ്മ പൊക്കോളൂ, ഞാനും പോവാണ്. നന്ദുട്ടാ, ഒരു മിനിറ്റ്. എടി, ഇതാട്ടോ എന്റെ ആള്. ഞങ്ങൾ ഇന്ന് തന്നെ പോകും. ഞാൻ അവിടെ ചെന്നിട്ട് വിളിക്കാട്ടോ. സുധാകരൻ, സരസമ്മ. സരസമ്മ, സുധാകരൻ. നല്ല ചർച്ചയുണ്ട്. നമുക്ക് പിരിയൊന്നും വേണ്ട. നീ സരസമ്മേ. സുധാകരട്ട് ഇരിക്കൂ. ഞാനിപ്പോ ഒരു മെസ്സേജ് അയച്ചില്ലേ? അവള് ഞങ്ങളുടെ വാർഡ് മെമ്പറാ, അടുത്ത കൂട്ടുകാരിയാ. അവൾക്ക് പോലീസുകാരൊക്കെ ആയിട്ട് നല്ല പിടിപാടാ. ആഹാ, അത് ശരി. ചേട്ടൻ ഇനി എന്നെ പറ്റിച്ചാൽ നമ്മൾ ഒരുമിച്ചുള്ള ഫോട്ടോ ഒരു തെളിവല്ലേ? പിന്നെ എനിക്ക് അയച്ച മെസ്സേജുകൾ. സരസു, ചേട്ടൻ എന്നെ ഇട്ടിട്ട് പോവില്ല, എനിക്കറിയാം. ദൈവമേ, പൈസ അപ്പോഴേ പറഞ്ഞതാ. എന്താ ചേട്ടാ? സരസമ്മയുടെ കല്യാണം കഴിഞ്ഞാണോ? പിന്നല്ലാതെ 3 പിള്ളേരും ഉണ്ട്. ഭർത്താവ്? അങ്ങേരുടെ കാര്യം എന്നെ ഓർമ്മിപ്പിക്കരുത്. ദുഷ്ടനാണ് അയാൾ. ഭർത്താവ് തല്ലുമോ? അങ്ങേർക്ക് എന്നെ എപ്പോഴും സംശയമാന്നേ. ഞാൻ മൊബൈൽ എടുത്താ കുറ്റം, മറ്റുള്ള ആണുങ്ങളോട് മിണ്ടിയാ കുറ്റം, വാട്സപ്പ് ഉപയോഗിക്കരുത്, ഫേസ്ബുക്ക് പാടില്ല. എൻ്റെ ചേട്ടാ, ഞാൻ അയാളെ കൊണ്ട് തോറ്റു. ഇത്രയും സംശയമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. സരസമ്മയുടെ ഭർത്താവിന്റെ സംശയം കൊണ്ടാണ് അപ്പോ സരസമ്മ ഒളിച്ചോടാൻ വന്നതല്ലേ? അതെ, വെറും സംശയം. എനിക്ക് എൻ്റെതായ സ്പേസ് ഇല്ലേ? വേണല്ലോ. അല്ല, ചേട്ടന്റെ കുടുംബം? ഭാര്യയും 2 മക്കളുണ്ട്. അവള് മക്കളെയും കൊണ്ട് പിണങ്ങി പോയിട്ട് 2 കൊല്ലം കഴിക്കും. അതും സംശയമാണോ? സംശയമല്ല, തെറ്റിദ്ധാരണ. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് ശാന്തേച്ചിയുടെ വീട്.
അവരുടെ വീടിൻ്റെ അതിനോട് ചേർന്ന് എനിക്ക് 10 കവുങ്ങും അതിൻ്റെ മുകളിൽ നിറയെ കുരുമുളക് പടർത്തിയിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ കവുങ്ങമ്മ കോണി ചാരി വെച്ച് കുരുമുളക് പറിക്കുകയാണ്. ആ സമയത്ത് ജോർജൻ്റെ പറമ്പിൽ കല്ലിറക്കാൻ വന്ന ലോറിയുടെ ടയർ താഴ്ന്നു. ലോറി തള്ളാൻ ജോർജനെ വന്ന് വിളിച്ചു. ഞാൻ പോയി. എന്നിട്ട് ലോറി തള്ളിക്കയറ്റി ഞാൻ വരുമ്പോൾ കവുങ്ങി ചാരി വെച്ച് എൻ്റെ കോണി ശാന്തേശി കുളിമുറിയുടെ ചുമര് ചാരി വെച്ചേക്കുന്നു. ആഹാ, എന്നിട്ടെന്താ, ശാന്തേച്ചിയുടെ കുളിമുറി ചാരി വെച്ച കോണിയെടുത്ത് ഞാൻ തിരിഞ്ഞതും ശാന്തേച്ചിയും ഭർത്താവും വേറെ കുറേ നാട്ടുകാരും കൂടി എന്നെ അങ്ങ് വളഞ്ഞു. എന്തിന്? ഞാൻ ലോറി തള്ളാൻ പോയ നേരത്തെ ഏതോ ഒരു സാമദ്രോഹി ഞാൻ കവുങ്ങി ചാരി വെച്ച കോണിയെടുത്ത് ശാന്തേച്ചി കുളിക്കുന്നത് എത്തി നോക്കി. ശാന്തേച്ചി ഓടിപ്പോയി ആളെ കൂട്ടി വന്നപ്പോൾ കുളിമുറിക്ക് അരികിൽ കോണിയുമായി ഞാൻ. ഷെടാ, എന്നിട്ട്? ശാന്തേച്ചിയുടെ ഭർത്താവിൻ്റെ ആയത്ത് തല്ലിന് തന്നെ എൻ്റെ ബോധം പോയോണ്ട് കൂടുതൽ തല്ല് കിട്ടിയില്ല. ബോധം വരുമ്പോഴേക്കും എൻ്റെ ഭാര്യയും മക്കളും അവളുടെ വീട്ടിലെത്തിയായിരുന്നു. സത്യം എന്താണെന്ന് ചേട്ടന് പറയാൻ പാടില്ലായിരുന്നോ? സത്യം എനിക്കും കോണിക്കും മാത്രമല്ല അറിയൂ. ആരും എന്നെ വിശ്വസിച്ചില്ല. നാട്ടുകാർ മുന്നിൽ ആശാരി സുധാരൻ എന്ന ഞാനിപ്പോൾ കോണി സുധാരനാ. കഷ്ടം. ഒരു പോസ്റ്റ് കാർഡിൽ അഡ്രസ്സ് എഴുതുന്നിടത്ത് ഒരു കോണിയുടെ പടം വരച്ച കുമ്പളങ്ങാട് പിയോ എന്ന് എഴുതിയിട്ട പോസ്റ്റ്മാൻ അതെൻ്റെ വീട്ടിലെത്തിക്കും. എൻ്റെ പേര് പോലും എഴുതണ്ട, അത്രയ്ക്ക് ഫേമസാ ഞാൻ. ഞാനിപ്പോ വരാം. എന്താ സുധരേട്ടാ, അശ്വതി ചേച്ചി വന്നില്ലേ? വന്നടാ, വന്നു. എന്നെ രക്ഷിക്കടാ പൈസലേ, ഞാൻ പെട്ടു. കാര്യം പറയേട്ടാ. അമൽദാസ് ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. എനിക്ക് ചേട്ടന്റെ കൂടെ വരാൻ കഴിയില്ല. സരസു, എന്തു പറ്റി? ആ ഇരിക്കുന്നത് എന്റെ ഭർത്താവാണ്. അങ്ങേര് തെറ്റുകളെല്ലാം ഏറ്റു പറഞ്ഞു. സരസു, ഇന്ന് ഒളിച്ചോടി വൈകുന്നേരത്തിനുള്ളിൽ 5 റീൽസെങ്കിലും ഇൻസ്റ്റഗ്രാമിലിടാൻ തയ്യാറായി വന്നവനാ ഞാൻ. അമൽദാസ് ചേട്ടൻ എന്നും എന്റെ രസിയായിരിക്കും. ഞാൻ മേടിച്ചു തന്ന കുഴിമന്തികളുടെ എണ്ണം നിനക്ക് ഓർമ്മയുണ്ടോ സരസു? പൈസലേ, അതൊരു തള്ളയാടാ, ശരിക്കും പെട്ടു. ചേട്ടൻ വേഗം പോയിക്കോളൂ. എന്റെ ഭർത്താവ് ദേഷ്യം വന്നാൽ ഒരു ക്രൂരനാ. കൊണ്ടുസുതവരെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയാ. നീ എന്നെ രക്ഷിച്ചില്ലെങ്കിൽ ഞാൻ സ്വയം കുത്തിമരിക്കും. ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ലാബിൽ നിന്ന് വന്ന് പറഞ്ഞിട്ട് വിളിക്കും. അപ്പം ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് ചെയ്താൽ മതി. പോകൂ പ്ലീസ്, എന്റെ കുടുംബജീവിതം തകർക്കരുത്. ഞാൻ പോകാം, ഞാൻ ആർക്കും ഒരു ശല്യാവുന്നൊന്നുമില്ല. ഇനി മുതൽ ഞാനിടുന്ന റീൽസുകൾക്ക് തൊട്ടിൽ ഐ മിസ് യുടെ മുത്തേ എന്നൊന്നും പറഞ്ഞ കമന്റ് ഇട്ടേക്കരുത്. തരില്ല ഞാൻ ഒരിക്കലും. ആരായിരുന്നു അത്? എന്റെ മുത്തിനോട് ഞാൻ ഒന്നും വിളിക്കണില്ല. അത് അമൽദാസ്. നന്ദുട്ടൻ ഇന്ന് വരാതിരിക്കുകയും എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്താൽ അമൽദാസ് ചേട്ടന്റെ കൂടെ പോകാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. സ്റ്റെപ്പിനി, മുത്തിന് വിഷമായില്ലാലോ. ഞാൻ എൻ്റെ ഒരു സേഫ്റ്റിക്ക് ചെയ്തതാ. ഞാനൊരു പെണ്ണല്ലേ, ആണുങ്ങള് എപ്പോൾ വേണേലും കാലുമാറും. മുത്തിന്റെ കാര്യമല്ല കേട്ടോ പറഞ്ഞത്. വിഷമായില്ലല്ലോ. ഒരിക്കലുമില്ല. ഹലോ, പോസിറ്റീവോ? അയ്യോ,
സുധാകരേട്ടാ, എന്തു പറ്റി? കണ്ണു ഹലോ തുറക്കൂ. ഹലോ 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 ഹലോ. ഇതാരാ മിസ്റ്റർ സുധാകരന്റെ ഭാര്യയാണോ? ആ അതെ. മാഡം, ഇത് ലാബിൽ നിന്നാണ്. മിസ്റ്റർ സുധാകരൻ ഇവിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ തന്നിരുന്നു. സുധാകരേട്ടന് ഷുഗർ ഉണ്ടോ? അങ്ങേര് ഇവിടെ തലകറങ്ങി കിടക്കണു. ഇനി ഞാൻ പറയുന്നത് മാഡം ശ്രദ്ധിച്ച് കേൾക്കണം. ആ കേൾക്കാം. നിങ്ങളുടെ ഭർത്താവ് സുധാകരൻ HIV പോസിറ്റീവ് ആണ്. എന്ന് വെച്ചാ? നിങ്ങളുടെ ഭർത്താവിന് AIDS ആണ്. അയ്യോ. പേടിക്കണ്ട. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായി മരുന്ന് കഴിച്ചാൽ ദീർഘകാലം ജീവിക്കാം. ഇനി ജീവിച്ചിട്ട് എന്തിനാ? സുധാകരന്റെ ഭാര്യ എന്ന നിലയ്ക്ക് മാഡത്തിന്റെ ബ്ലഡും ഉടനെ തന്നെ പരിശോധിക്കേണ്ടതാണ്. അതെ, ഈ എയ്ഡ്സ് ഒരുമിച്ചിരുന്ന പകരൂ? ഇല്ല. ബോധം കെട്ട് കിടക്കുമ്പോ കുലുക്കി വിളിച്ചാലോ? ഇല്ല. ഒരുമിച്ച് സെൽഫി എടുത്താലോ? ഒരിക്കലുമില്ല. നന്ദി സാറേ, നന്ദി. ദൈവമേ, ഇന്നത്തെ രാത്രി കഴിഞ്ഞിരുന്നെങ്കിൽ എന്റെ ഗതി. ഹലോ, എന്താടോ? സരസ് എവിടെ? കാണാനില്ലല്ലോ. എടോ മാരകരോഗി കോണി സുധാകര, എന്നെ ഇനി വിളിച്ചാൽ തന്നെ ഞാൻ താൻ പാവപ്പെട്ട പെണ്ണുങ്ങളെ കൊല്ലാൻ നടക്കാലേ. വെച്ചിട്ട് പോടോ. അമലേട്ട, ഞാനൊരു പ്രാങ്ക് ചെയ്തതാ. വിശ്വസിച്ചോ? ഞാൻ എന്റെ മുത്തിനെ പറ്റിക്കോ? ഫൈസല്, ഈ ഫേസ്ബുക്ക് എങ്ങനെ ഡിലീറ്റ് ആക്കുക?